കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. നടി സരികയ്ക്ക് അവാർഡ് ലഭിക്കുന്നൊരു വീഡിയോ. സാധാരണയായി പോകേണ്ടതും എല്ലാവരും അഭിനന്ദിക്കേണ്ടതുമായിട്ടുള്ള ആ വീഡിയോയിൽ ഇപ്പോൾ വളരെ രീതിയിൽ വിമർശനം മാറുന്ന ഒരു കാര്യമുണ്ട്. നടി സരിക അവാർഡ് വാങ്ങുന്നു. മിമിക്രി, പാട്ട്, ഡാൻസ് തുടങ്ങി പല മത്സരങ്ങളിലും സരിക സജീവം തന്നെയായിരുന്നു എന്ന് പറയാം. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ദേശീയ കലാസംസ്കൃതി അനശ്വര കലാകാരൻ കലാഭവൻ മണിയുടെ അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും കൊച്ചി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് നടത്തിയിരുന്നു. അവിടെ ആ ചടങ്ങിലേക്ക് സരിക എത്തിയപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നത്. ചടങ്ങിൽ വെച്ച് കലാഭവൻ മണിയുടെ പേരിലുള്ള അവാർഡ് സംവിധായകൻ വിനയനിൽ നിന്നും നടൻ ശങ്കറിൽ നിന്നും കലാഭവൻ സരിക ഏറ്റുവാങ്ങിയിരുന്നു. നാടൻപാട്ട്, മിമിക്രി, അഭിനയം എന്നീ മേഖലകളിൽ നിന്നും മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരി എന്ന നിലയിൽ കലാഭവൻ സരികയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ അവാർഡ് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങി, അതായത് സംവിധായകൻ വിനയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അവാർഡ് നടൻ ശങ്കറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു സരിക വാങ്ങേണ്ടിയിരുന്നത്. അവാർഡ് വാങ്ങുന്ന സമയം സരിക എല്ലാവരും ചെയ്യുന്നത് പോലെ ഹാൻഡ് ഷേക്കിന് കൈ നീട്ടി. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് ശങ്കർ ഒഴിയുകയായിരുന്നു. എന്നാൽ വീണ്ടും സരിക ഹാൻഡ് ഷേക്കിന് വേണ്ടി നീട്ടി. അത് അറിയാതെ അദ്ദേഹത്തിന് സംഭവിച്ചതാകാമെന്നായിരിക്കാം ഒരു പക്ഷേ സരിക കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് സരിക വീണ്ടും കൈനീട്ടി. എന്നാൽ പിന്നീട് സംഭവിച്ചത് തികഞ്ഞും അവജ്ഞത തന്നെയാണ്. മൊമൻറ്റോ സംവിധായകൻ വിനയനും പ്രശസ്തിപത്രം നടൻ ശങ്കറുമായിരുന്നു സരികയ്ക്ക് കൈമാറിയത്. വീഡിയോ വൈറലാകാൻ കാരണം ശങ്കറിൻ്റെ പെരുമാറ്റം തന്നെയാണ് എന്ന് ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. പ്രശസ്തിപത്രം ഏറ്റുവാങ്ങിയ ശേഷം സരിക ഷേക്ക് ഹാൻഡിനായി ശങ്കറിന് നേരെ കൈനീട്ടി. എന്നാൽ കൈ കൊടുക്കാൻ തയ്യാറാകാതെ ഷേക്ക് ഹാൻഡ് നിരസിച്ച് ശങ്കർ ഒഴിഞ്ഞുമാറി. ഷേക്ക് ഹാൻഡ് നിരസിച്ചുവെന്ന് മനസ്സിലായപ്പോൾ ശങ്കറിൻ്റെ കാൽ തൊട്ട് നമസ്കരിച്ച് സരിക വേദി വിട്ടു. അദ്ദേഹത്തിന് ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് ഇഷ്ടമല്ലായിരിക്കാം. ചില മുതിർന്ന നടന്മാർക്കോ നടിമാർക്കോ അല്ലെങ്കിൽ സംവിധായകന്മാർക്കൊന്നും തന്നെ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിലായിരിക്കില്ല ബഹുമാനം കാണുന്നത്. ഇത്തരത്തിൽ കാലിൽ വീഴണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും. അതായിരിക്കാം ഒരുപക്ഷെ ശങ്കറിനും അവിടെ തോന്നിയിട്ടുണ്ടാവുക. എന്തുതന്നെയായാലും സരിക അങ്ങനെ കാലുതൊട്ട് വന്നിക്കുകയും അതുപോലെ അത്തരത്തിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിമർശനമായി മാറിയിരിക്കുന്നത് ശങ്കറിന് തന്നെയാണ് എന്ന് പറയാം. ശങ്കറിനെ അവിടെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ ശങ്കറിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് എത്തുന്നത്. ആ കുട്ടി ഒന്ന് കൈ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കൈ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? അത്രയും അംഗീകാരം കൊടുക്കുകയല്ലേ? സ്വാഭാവികമായി എല്ലാവരും കൊടുക്കുന്ന കാര്യമാണ്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പല നടന്മാർ, എന്തിനു പറയുന്നു, പല വയസ്സായ പ്രായമേറിയ നടന്മാരും മഹൽമാരും തന്നെ ഇത്തരത്തിൽ കൈ കൊടുക്കാറുണ്ട്. മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കൈ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു അംഗീകാരമാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ അംഗീകാരം തന്നെയാണ്. എന്നാൽ അതാണ് ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾ നിരസിച്ചത്. ആ കുട്ടി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്നാൽ മാന്യമായി കാല് തൊട്ട് വന്നിച്ച് സരിക അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കാല് തൊട്ടപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞതുമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളെ കാലിൽ പിടിക്കണമെന്നുള്ള ഒരു വാശിയാണോ? അതാണോ ഇതിനുള്ള കാരണം? ഇതും പലരും ശങ്കറിനെ കുറ്റപ്പെടുത്തി ചോദിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.